تستعملي هذا الدواء؟ بكرة ياسر كلهم تمام. في ألم؟ pain? കുറവുണ്ട്. مين في البيت؟ house. مين في؟ മൈ ഹൗസ് കേരള. house. ഓ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നോ? ഫാദർ, മദർ, സിസ്റ്റർ, ബ്രദർ. انتي متزوجة؟ ها كليانام؟ no. കല്യാണം. മൈ ലാംഗ്വേജ്. Your language Kalyanam, my language Manika. Your language good. Usman speak, I study. അതിനെന്താ, ഞാൻ പഠിപ്പിക്കാലോ. ഐ ടീച്ച് മലയാളം. നാട്ടിലേക്ക് പോകുമ്പോ കൊണ്ടുപോവുകയും ചെയ്യാം. കേട്ടിട്ടുണ്ടോ കേരളം? ഗോഡ്സ് ഓൺ കൺട്രി. ഇവിടത്തെ പോലെയല്ല, മുഴുവൻ പച്ചയാ. ഫുൾ ഗ്രീൻ, ഫുൾ നിറയെ മരങ്ങളാ. ട്രീസ്, ട്രീസ്. 6 months മഴ. മഴ നനഞ്ഞിട്ടുണ്ടോ? റെയിൻ, റെയിൻ. نحن نسكن في شاطئ البحر. أبوي يروح البحر ما يرجع بعد يومين أو 3. أنا ماما يكون 1 بالليل. أنا أسمع صوت أنواجه البحر. ബെസ്റ്റ്. രണ്ടുപേരും ഇങ്ങനെ അവനവന്റെ ഭാഷയിൽ സ്പീക്കിക്കൊണ്ടിരുന്ന കേൾക്കുന്നവർക്ക് വട്ടാവുമല്ലോ. പറഞ്ഞത് വല്ലതും മനസ്സിലായോ? ഇന്തോനേഷ്യ ഇവരുടെ രാജ്യം. സുനാമി വന്ന് നാട് മുഴുവൻ കടലെടുത്തപ്പോ കൂടെ ഇവരുടെ ബാപ്പയും ഉമ്മയും കൂടപ്പിറപ്പുകളും ഒക്കെ പോയി. ഏതോ ഒരു ബന്ധുവീട്ടിലായിരുന്നുകൊണ്ട് ഇവള് മാത്രം രക്ഷപ്പെട്ടു. ഇങ്ങനെ ഒരു ഭാരം കൂടി താങ്ങണ്ടെന്ന് തോന്നിയപ്പോ അവരാ ഇങ്ങോട്ട് കയറ്റി വിട്ടത്. മാസാമാസം കാശ് അയച്ചു കൊടുക്കാൻ അവർക്കൊരാളെ കിട്ടിയല്ലോ. ഈ ഫോൺ കൈവച്ചോ. രാത്രി മാത്രം ഓൺ ചെയ്താൽ മതി. പകൽ ഇതും ചെവി വെച്ചോണ്ട് നിൽക്കുന്ന കണ്ട അറബിത്തള്ളയുടെ കയ്യിൽ നിന്ന് മുതുകിന് കിട്ടും. നമ്പർ പറഞ്ഞു കൊടുത്തിട്ട് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ കിട്ടുന്ന ശമ്പളം എല്ലാം റീചാർജ് ചെയ്യാനേ മതിയാവൂ. ശരി. عثمان يا عثمان، وين راح عثمان؟ തുടങ്ങി. عثمان سوي صفار. റെഡി ബാബ. എവിടെയെങ്കിലും ഒന്ന് നിക്ക്. കിളവന് കാഴ്ച കുറവെന്നാ പറയുന്നത്. വേറെ ഒന്നും കണ്ടില്ലെങ്കിലും ഒരു പെണ്ണ് 100 കിലോമീറ്റർ അപ്പുറത്ത് നിന്നാലും കിളവന് നന്നായിട്ട് കാണാം. പിന്നെ തോണ്ടലും കുത്തലും. കിളവനല്ലേന്ന് കരുതി കണ്ണടച്ചേക്ക്, അല്ലെങ്കിൽ പണി പാളും. മുമ്പ് ഫാത്തിമാക്ക് നേരെയായിരുന്നു കിളവന്റെ ആക്രമണം. قلت نظيف أرضيات كويس. اسمع يوم تكون هنا يتكلم عربي، ما في قرقر قرقر. سمعت يا عثمان؟ أستي أستي ده بلكنه عثمان. إيش؟ ترجم لها ايش أقول لك. طيب مدام. أنت لازم تغسلين ستاير كلها. غسليها كويس. തുണി എല്ലാം വൃത്തിയായിട്ട് കഴുകണമെന്ന്. بعدين لما بدر يقوم أعطيه أكل. ആ തടിയൻ ചെക്ക ഉണരുമ്പോ അമുക്ക എന്തെങ്കിലും വായിൽ വെച്ചു കൊടുക്കാൻ. اسمعيني، بالليل جاينا ضيوف ولازم تسوي لهم طعام. فهمها اكل هم. രാത്രിയിൽ വിരുന്നിന് ഫുഡ് ഉണ്ടാക്കണമെന്ന്. എല്ലാരും കൂടി ഫാം ഹൗസിലേക്ക് പോകുന്നത് വെട്ടി വിഴുങ്ങാനാ. തിരിച്ചു വരുമ്പോഴും തിന്നേണ്ട വിചാരേ ഉള്ളൂ. കഷ്ടം. عثمان تعال
പിടിക്ക്, ഞാൻ ഇവറ്റകളെ എല്ലാം മേയാൻ വിട്ടിട്ട് يا വരാം. الله يلا يا വരി عثمان വരി. Narik menarik suara, narik suara bersama. Dayung, 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 dayung sampan. എന്താ നിർത്തിയത്? വൈ സ്റ്റോപ്പ്? എല്ലാരും പോയി. ഓൾ ഗോ. സിംഗ്. You sing. അയ്യോ, ഞാൻ സിംഗൂല. ഞാൻ നോ സിംഗ്. യു സിംഗ്. സിംഗ് no, സിംഗ് സിംഗ് no. പ്ലീസ്. സിംഗ്. Ya, ya, ya. Narik menarik suara, narik suara bersama. Dayung, 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 dayung sampan. എന്റെ ഒരു കൂട്ടുകാരന്റെ അളിയനെ യൂസ്മാൻ നാളെ തിരിച്ചു പോകും സൗദിക്ക്. ചെന്നുടനെ വിസ ശരിയാക്കാന്നാ പറഞ്ഞ. ആദ്യം ചിലപ്പോ എന്തെങ്കിലും ചെറിയൊരു ജോലിയായിരിക്കും. പിന്നെ അവിടുത്തെ ലൈസൻസ് എടുക്കണം. വല്ല ട്രക്ക് ഓടിക്കാൻ പറ്റിയ ഇഷ്ടം പോലെ വരാന്ന് ഉസ്മാൻ പറഞ്ഞ. എങ്കിൽ 2-3 കൊല്ലം കൊണ്ട് നമ്മുടെ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീരും. നീ എന്താ ഒന്നും മിണ്ടാത്ത? അച്ഛന്റെ ചികിത്സയും താഴെയുള്ളവരുടെ പഠിപ്പൊക്കെ ഇവിടെ തന്നെ എടുത്താ പൊങ്ങാത്തത്ര ഭാരമുണ്ട്. അതൊന്നും പോരാണ്ട് മരിക്കണേന് മുമ്പ് എൻ്റെ അച്ഛൻ ഉണ്ടാക്കി വെച്ച കടവും എൻ്റെ വീട്ടിലെ പ്രാരാബ്ദം കൂടി എടുത്ത് തലയിൽ വെച്ചു ഏട്ടൻ, അല്ലേ? സാരമില്ല നീ. എന്റെ വീട്ടിലെ പ്രാരാബ്ദം നിന്റെ വീട്ടിലെ പ്രാരാബ്ദം എന്നൊന്നും വേർതിരിച്ച് കാണണ്ട. നമുക്കൊക്കെ ഒരുമിച്ച് തീർക്കാം. ഒന്നുമില്ലെങ്കിലും ഞാനൊരു ഡീസന്റ് ഭർത്താവായില്ലേ? അപ്പൊ പോരെ എനിക്ക്. എന്നിട്ട് ഈ ഡീസന്റ് ഭർത്താവിനെന്താ ഭാര്യ ജോലിക്ക് പോണേന് ഇത്ര കുറച്ചില്? ആ അച്ചാറ് കമ്പനിയിൽ എനിക്ക് ഇനിയും പണി കിട്ടും. അത് വേണ്ട. നീ പണിയെടുത്ത് ഇവിടം പോറ്റണ്ട. ഞാൻ കൊണ്ടുവരണത് വെച്ച് വിളമ്പി ഇങ്ങോട്ട് തന്നാ മതി. കേട്ടോടി ഉണ്ടക്കണി.